നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് റെഡ് വെൽവെറ്റ് കുക്കീസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 100 ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മെൽറ്റാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വൈറ്റ് ഷുഗറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇനി നമ്മൾ മെൽറ്റാക്കിയെടുത്ത ബട്ടർ വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂണ് വനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ആഡ് ചെയ്യുക. എന്നിട്ട് മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഈ ഒരു ഷുഗർ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജെൽ ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അരിച്ചിട്ടെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇളം ചൂടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുക. അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ചിപ്സും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഫ്രീസറിലൊന്ന് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിതുപോലെ ബട്ടർ പേപ്പറെല്ലാം വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുക്കീസൊക്കെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കുക്കീസാണ് കേട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു കുക്കീസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്